എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ലോങ് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത്. അപ്പോൾ അതിന് കുറവുകളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ, എന്റെ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം, കാരണം പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഷാം നാസ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നേക്കണത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ് റഷ്യയിലെ കബാഡിനോ ബൾഗേറിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പൊ ഏതാണ്ട് 4 മാസത്തോളമായി ഇവിടെ വന്നിട്ട്. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സ്റ്റഡീസ് എല്ലാം വെല്ലാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. കാരണം ഇതൊരു ബഡ്ജറ്റ് യൂണിവേഴ്സിറ്റി ആയത് കാരണം ഇതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. പിന്നെ ഞാനിപ്പോ ഇത് സമയം എന്ന് പറയുമ്പോൾ 7 മണിയായിട്ടുണ്ട്. ഒരു മോർണിംഗ് വാക്കിന് പോയാലോ എന്ന് വിചാരിച്ചു. ഇപ്പോ റഷ്യയില് കറന്റ്ലി തണവിന്റെ ഒരു സീസണാണ് കേട്ടോ. മഞ്ഞൊക്കെ പോണ്ടല്ലോ. അപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന് എവിടെയോ എത്തിയേക്കാ. ഇപ്പൊ ഏതാ സ്ഥലം പോലും മനസ്സിലാക്കണില്ല. ഇനിയിപ്പോ തിരിച്ച് ഏതാണ്ട് 8 കിലോമീറ്റർ അല്ല 7 കിലോമീറ്ററോളം നടക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ക്യാബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു 5 കിലോമീറ്റർ. പിന്നെ ഒരു 3 കിലോമീറ്റർ നടന്നു. അപ്പൊ അങ്ങനെയാണ്. അതെ, കാർ വാഷൊക്കെ ഞാൻ എന്റെ മുഖം കാണിച്ച് അങ്ങനെ വെറുപ്പിക്കണില്ല. ഇതിപ്പോ നമ്മളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. റഷ്യയിൽ ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയാം, ഇതൊരു ഉള്ളേരിയ അങ്ങനെയൊക്കെ പറയാം. പിന്നെ വോയിസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് ഇടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നല്ലോണം വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞാനിപ്പോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യം. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഇവിടുത്തെ മലയാളികളൊന്നും ഇല്ല, അതൊരു ഫാക്റ്റാണ്. മലയാളികളൊന്നും അധികം ഇല്ല. സീനിയർ ആയിട്ട് ഒരാളുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇത് അധികം ഫേമസ് ആയിട്ടില്ല. കാരണം യൂണിവേഴ്സിറ്റി ഇന്ത്യൻസിനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളി ലൊക്കേഷനാണ്. കാരണം യുക്രൈനായിട്ട് ദൂരത്തിലാണ്. യുക്രൈൻ വാർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ. വളരെ സേഫ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ലൊക്കേഷൻ അടിപൊളി, ബഡ്ജറ്റ് അടിപൊളി, ഫെസിലിറ്റീസ് അടിപൊളി, സ്റ്റഡീസ് അടിപൊളി, എല്ലാം അടിപൊളിയും. ഇപ്പൊ ലൈഫ് ഒരു അടിപൊളിയായിട്ട് തന്നെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ് ഇതുവരെയായിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഭാവിയിലുള്ളതെന്ന്. ഞാൻ വീഡിയോയില് എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കാരണം ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് എടുക്കണത്. പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാമറ ഒക്കെ പിടിച്ച് ഫോണൊക്കെ ഇങ്ങനെ ദൂരത്തൊക്കെ പിടിച്ച് ഒരു ഫസ്റ്റ് ടൈം ഒരു വ്ളോഗ് എടുക്കണേ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണേ, എന്താണ് ഇവൻ ഈ ചെയ്യണത്. പിന്നെ ഇവനെന്ത് ഭാഷയാണ് പറയണത്, മലയാളം ഒന്നും റഷ്യക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ എടുത്തൊക്കെയാണ് നമ്മൾ ശരിയാവണത്. നമുക്ക് നോക്കാം. എല്ലാ ദിവസമല്ല, ആഴ്ചയിൽ ഒരു 2 വ്ളോഗെങ്കിലും അപ്ലോഡ് ചെയ്യും ഞാൻ. അപ്പൊ ഓരോരോ വ്ളോഗ് കഴിയുന്നോറും അടിപൊളിയായിട്ട് കൊണ്ടിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാക്കാം. വോയിസിന്റെ ക്വാളിറ്റി എന്തായാലും ശരിയാക്കാം. ഇപ്പൊ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. മൈക്ക് കണക്ട് ചെയ്യാതെയാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. അത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ പുറത്തിറങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ സ്പീഡിൽ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്വാസം കിട്ടണില്ല. ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുള്ള ഏരിയയാണ്. മലയുടെ മുകളിലുള്ള ഒരു സിറ്റിയാണിത്. ഇത് നാൾച്ചിക്ക് എന്നാണ് പറയുന്നത് എന്റെ സിറ്റിയുടെ പേര്. നാൾച്ചിക്ക് വളരെ നല്ലൊരു സ്പോട്ടാണ്. അധികം വലിയ സിറ്റി അല്ല, മോസ്കോ പോലെ ഒരു വലിയ സിറ്റി അല്ല, എന്നാൽ പോലും വളരെ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു സിറ്റിയാണ്. ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അതൊക്കെ. ഇതിപ്പോ തിങ്കളാഴ്ച രാവിലെയാണ്. ക്ലാസ്സസ് ഒന്നും എനിക്കില്ല. ഇന്ന് ക്ലാസ് എനിക്കില്ല. തിങ്കളാഴ്ച എനിക്ക് ക്ലാസ് ഇല്ല. എന്റെ ഫ്രണ്ട്സിന് ക്ലാസ് ഉണ്ട്. അതപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തോ അത്ഭുതം കാരണം ഞാൻ രാവിലെ എണീക്കുകയും ചെയ്തു. അപ്പൊ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. പിന്നെ വീണ്ടും പറയണു, എന്തൊക്കെയാ പറയണ വ്ളോഗിൽ പറയണെന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ വായെ തോന്നിയതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാ, റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ആൾക്കാർക്ക് എന്തായാലും ബോറടിക്കും. അപ്പൊ ബോറടിക്കണുണ്ടെങ്കിൽ പോലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. ദൂരെ കണ്ടോ റഷ്യൻ ലാംഗ്വേജ് എല്ലാം തലതിരിച്ച് എഴുതിയ ദൂരെ തോന്നിക്കലുണ്ടോ ചെറുതായിട്ട്? ഇവിടെ ഏതാണ്ടൊക്കെ തലതിരിച്ചായിട്ടേക്കണം. ആ ഐ പോലത്തെ ഒരു എൻ പോലത്തെ ഒരു സാധനം കണ്ടോ? എൻ തിരിച്ച് തലതിരിച്ചിട്ട് അതിനെ ഐ എന്നാ വായിക്കുക. പിന്നെ ബീനെ വി എന്നാണ് ഇവിടെ വായിക്കുക. പിന്നെ ആദ്യത്തെ ആ ഒരു അക്ഷരം കണ്ടോ, അതാണ് പി. ഇവിടെ പി, ഇംഗ്ലീഷിലെ പീനെ ആർ എന്നാണ് വായിക്കുക.
അങ്ങനത്തെ ഒക്കെ ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ, ചെറിയല്ല വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ റഷ്യൻ ലാംഗ്വേജ് വായിച്ചിട്ടുണ്ടല്ലോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാകും ഇംഗ്ലീഷ്. കാരണം ഇവിടെ നമ്മളെ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ക്യാറ്റ്, പക്ഷെ അത് ക്യാറ്റ് എന്ന് എഴുതിയിട്ട് റഷ്യനിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാറ്റ് എന്ന് വായിക്കേണ്ടി വരും. കാരണം സീനെ എസ് ആയിട്ടാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റേ ഇല്ല. ഈ പീനൊക്കെ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത്, നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇംഗ്ലീഷിലാണല്ലോ, ഞാൻ പെട്ടെന്ന് വായിക്കുമ്പോ ആറെന്നാ വായിക്കുക. കാരണം ഇത് വായിച്ച് കാരണം പുറത്തിറങ്ങുമ്പോ ഇവർ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യില്ല. നമ്മളെ സ്റ്റഡീസ് മാത്രമാണ് ഈ ഫുള്ളി ഇംഗ്ലീഷ്. ഇവിടത്തെ ആളുകള് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ പെട്ടെന്നൊരു റഷ്യക്കാരൻ വന്നിട്ട് ചാടിയത് മുന്നിൽ. അപ്പൊ പെട്ടെന്ന് സ്റ്റക്കായി പോയി. പിന്നെ ഇതൊന്നും എഡിറ്റ് ചെയ്ത് കളയണമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും അധികം വ്ളോഗ് അധികം രസമില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തൊക്കെ ഇടാം, അത് പ്രശ്നമൊന്നുമില്ല. കുറച്ചൊന്ന് സമയം ഒന്ന് ഇട്ടാ മതി. അതെനിക്ക് ഇപ്പോ ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ എത്തിയേക്ക. ഈ സിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് റഷ്യ. കാരണം ഇത് ഫുള്ളി റഷ്യയുടെ കൺട്രോളിലല്ല ഈ സിറ്റി. കബാദിനോ ബൾഗേറിയൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് റിപ്പബ്ലിക് റഷ്യയുടെ. അപ്പോ അവരുടെ കീഴിൽ ഹാഫ് റഷ്യൻ കൺട്രോളാണ് ഈ സിറ്റി. നോക്കൂ, മഞ്ഞാണ് അല്ല മഞ്ഞാണെന്ന് തോന്നുന്നു. ഇവിടെ ഇന്നലെ വരെ മഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് വരെ മഞ്ഞുണ്ടായിരുന്നു. ഇപ്പൊ മഞ്ഞൊക്കെ ഏതാണ്ട് നല്ല അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. വേഗം തന്നെ മഞ്ഞ് വരും. കാരണം ഇവിടെ -20 വരെ പോകും ടെമ്പറേച്ചർ. -20 -15 വരെ പോകും. അപ്പൊ കാറ്റൊക്കെ ആകുമ്പോ ഒരു -20 ഒരു ഫീലിംഗ് വരും. അങ്ങനെയാണ്. പിന്നെ ജനസാന്ദ്രത ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വ്ളോഗ് ഒന്ന് നിർത്തിയാക്കാം. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.